ഈ മനോഹരമായ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലം നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഈ കുരിശൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലമാണിത്. നമ്മുടെ കോട്ടയം വഴി വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം ഉള്ളത്. എന്നാൽ വാഗമണ്ണിലേക്ക് പോകുന്നവർ പലപ്പോഴും മിസ് ചെയ്യാറുള്ള മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ പലപ്പോഴും ഈ റൂട്ടിൽ വരുമ്പോൾ ഇവിടെ കയറാതെ പോവാറില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പലയിടത്തും ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് താഴെയുള്ള മലനിരകളും നോക്കി കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്യാൻ ഒരു പ്രത്യേക വൈബാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലരും ഇവിടെ കയറാതെ പോകുന്നത് കൊണ്ടും കൂടുതൽ ആളുകൾക്കും ഈ സ്ഥലം അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഇവിടെ ഒട്ടും തിരക്കില്ല. ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. സത്യം പറഞ്ഞ മെയിൻ റോഡിലൂടെ പോകുന്നതിനിടെ മുറിഞ്ഞ പുഴയിൽ നിന്ന് വലത്തേക്ക് കയറി കുറച്ച് ഉള്ളിലേക്ക് വന്നാലേ ഈ സ്ഥലത്തെത്തൂ. ഉള്ളിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് കൂടുതൽ പേരും ഈ സ്ഥലം ശ്രദ്ധിക്കാതെ നേരെ പോകുന്നത്. സത്യം പറഞ്ഞ കപ്പിൾസിനൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടവർക്കും പറ്റിയ സ്ഥലമാണിത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരുപാട് നിർമ്മിതികൾ ഇവിടെ മനോഹരമായി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടൂറിസം വകുപ്പിന്റെ എന്തൊക്കെയോ ആക്ടിവിറ്റികളൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊരു നല്ല ഹെവി ടൂറിസ്റ്റ് പ്ലേസ് ആവാനും ചാൻസ് ഉണ്ട്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ചുറ്റും മലനിരകളാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നട്ടുച്ച സമയത്താണ്. ഏകദേശം 1 മണിയാവുന്നുണ്ട്. പക്ഷെ വെയിലൊന്നും നമുക്ക് അനുഭവപ്പെടത്തേയില്ല. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും ടോപ്പിലേക്കാണ് ഞാൻ നടന്നു പോകുന്നത്. പോകുന്ന വഴി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, എന്റെ മോനെ, അത് വല്ലാത്തൊരു വൈബാണ്. താഴെ പല വാട്ടർ ആക്ടിവിറ്റികളും വരാനുള്ളതിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ നല്ല വൃത്തി തോന്നിയിട്ടുള്ളതും ഇവിടെയാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെ. അതുപോലെ വേസ്റ്റ് എടുക്കുന്നവർ അവിടെയൊക്കെ നടക്കുന്നതും കാണാൻ കഴിഞ്ഞു. ചിലപ്പോൾ ആളുകൾ കൂടുതലായി ഇവിടേക്ക് വന്നാൽ ഈ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ പോകാൻ ചാൻസും ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിഞ്ഞേക്കാം. എപ്പോഴും മഴ പെയ്യുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. മുകളിൽ ചെന്നപ്പോൾ തന്നെ നല്ല മഴ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേ അറ്റത്ത് വരെ പോയില്ല. കാരണം മഴ വന്നാൽ കയറി നിൽക്കാനുള്ള സ്ഥലം ഇവിടെ എങ്ങുമില്ല. അങ്ങേ അറ്റത്ത് ഒരു മനോഹരമായ മരമുണ്ട്. മഴ വന്നതുകൊണ്ട് അവിടെ വരെ പോകാതെ അപ്പോൾ തന്നെ തിരിഞ്ഞോടി. അതുപോലെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് കണ്ടൊരു കാഴ്ചയാണ് ഈ കല്ലുകൾ. ഒരു പ്രത്യേക കല്ലറ പോലെയുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ആദ്യം ഒരെണ്ണം കണ്ടപ്പോൾ കരുതി യാദൃച്ഛികമായി ഉണ്ടായ അതിന്റെ രൂപമാണെന്ന്. പക്ഷെ ഇതുപോലെ തന്നെ ഒരുപാട് കല്ലുകൾ അവിടെ പല സ്ഥലത്തും കാണാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.